ശരിക്കും എല്ലാ തലവേദനയും നമ്മൾ പേടിക്കേണ്ടതുണ്ടോ? എല്ലാ തലവേദനയും വരുമ്പോഴും നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൺസൾട്ട് ചെയ്യേണ്ടതുണ്ടോ? നമുക്ക് തലവേദന വരാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ഡെയിലി ഹെഡേക്ക് വരുന്നവരുണ്ടാവും. അപ്പം എല്ലാ തലവേദനയും വളരെ സീരിയസ് ആയിട്ടുള്ള തലവേദന ആയിരിക്കണമെന്നില്ല. ഇപ്പം നമുക്ക് ചെറിയ ഡീഹൈഡ്രേഷൻ ഉണ്ടെങ്കിൽ തലവേദന വരാം, ഓവർ സ്ട്രെസ് ഉണ്ടെങ്കിൽ തലവേദന വരാം. പക്ഷേ ചില തലവേദനകൾ മാത്രം നമ്മൾ കുറച്ച് കരുതിയിരിക്കണം. പ്രത്യേകിച്ച് പെട്ടെന്നുണ്ടാകുന്ന അതികഠിനമായിട്ടുള്ള തലവേദന, പ്രത്യേകിച്ചും BP ഉള്ളവരിൽ ഇത്തരം തലവേദന വരികയാണെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ സബറക്നോയിഡ് ഹെമറേജ്, അതായത് തലച്ചോറിനുള്ളിലെ ആവരണത്തിനുള്ളിൽ ബ്ലീഡിങ് ഉണ്ടാകും. അത് പെട്ടെന്ന് തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി CT സ്കാൻ എടുത്ത് നോക്കിയില്ല സബറക്നോയിഡ് ഹെമറേജ് ആണെന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതാണ്. ഇല്ലയെന്നുണ്ടെങ്കിൽ അത് ജീവന് തന്നെ അപകടം ഉണ്ടാക്കുന്നതാണ്. അതുപോലെ തന്നെ സ്ഥിരമായിട്ട് തലവേദന വരുന്നവരുണ്ടാകും. അപ്പോൾ അവർക്ക് ഒരേ പാറ്റേണിലായിരിക്കും തലവേദന വരുന്നത്. ആ ഒരു പാറ്റേണിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് വേറൊരു രീതിയിൽ തലവേദന വരുന്നു. അത് തലവേദനയുടെ സിവിയറിറ്റിയിലെ ഡിഫറൻസോ അല്ലെങ്കിൽ അത് വരുന്ന അതിൻ്റെ ഒരു ക്യാരക്ടറിലുണ്ടാകുന്ന ഡിഫറൻസോ ഉണ്ടെങ്കിൽ അതും നമ്മൾ ഡോക്ടറെ കാണിക്കേണ്ടതാണ്. മൂന്നാമതായിട്ട് നമുക്ക് ഉറക്കത്തിൽ നിന്നും തലവേദന കാരണം എഴുന്നേൽക്കേണ്ടി വരിക, അല്ലെങ്കിൽ കിടക്കുമ്പോൾ തലവേദന കൂടുതൽ, എണീറ്റിരിക്കുമ്പോൾ ആശ്വാസം കിട്ടുക. ഇത് സാധാരണയായിട്ട് നമുക്ക് തലച്ചോറിനുള്ളിലെ പ്രഷർ, അത് തലച്ചോറിനുള്ളിലെ ഫ്ലൂയിഡിൻ്റെ പ്രഷർ കൂടുന്നത് കൊണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ട്യൂമർ കാരണം തലച്ചോറിനുള്ളിലെ പ്രഷർ കൂടുന്നുണ്ട്. അപ്പോൾ ഇത്തരം തലവേദന ഉണ്ടെങ്കിലും അതും നമുക്ക് ഇമേജിങ് CT അല്ലെങ്കിൽ MRI എടുത്ത് എന്താ കാരണമെന്നുള്ളത് നോക്കേണ്ടതാണ്. ഇത് കൂടാതെ തലവേദനയുടെ ഒപ്പം പനിയുണ്ട്, അല്ലെങ്കിൽ അതികഠിനമായിട്ടുള്ള ക്ഷീണം, കഴുത്തനക്കാനുള്ള ബുദ്ധിമുട്ട്, ഇത് തലച്ചോറിലെ ഇൻഫെക്ഷൻ അഥവാ മെനിഞ്ചൈറ്റിസിൻ്റെ ഭാഗമായിട്ട് വരുന്നതാകും. ഇതും നമുക്ക് ഉടനെ തന്നെ വൈദ്യസഹായം ആവശ്യമായിട്ടുള്ള ഒരു തലവേദനയാണ്. ഇനി തലവേദനയുടെ ഒപ്പം കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു വശത്ത് ചെറിയ തളർച്ചയോ അല്ലെങ്കിൽ ഒരു പെരുപ്പ് പോലുള്ള ബുദ്ധിമുട്ടോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഇതും നമുക്ക് ഉടനെ തന്നെ ഡോക്ടറെ കാണേണ്ടതാണ്. ഇത് കൂടാതെ 60 വയസ്സിന് ശേഷം വരുന്ന ഏതൊരു തലവേദനയും, പുതുതായിട്ട് വരുന്ന ഏതൊരു തലവേദനയും അത് എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്യേണ്ടത് ആവശ്യമാണ്.